അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉണ്ടക്കണ്ണലിലേക്ക് സ്വാഗതം. നല്ലൊരു അടിപൊളി ദോശ ഉണ്ടാക്കാൻ പോവുക. ഒരു വ്യത്യസ്തമായൊരു ദോശ. റവയും ഗോതമ്പ് പൊടിയും മൈദയും കുറച്ച് തേങ്ങയും ഒരു സവാളയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സൂപ്പർ ദോശ. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ അടിയിൽ പിടിച്ച് കട്ടിയായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പാത്രം റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല രുചിയാണ്. കുറച്ച് നെയ്യും കൂടെ പുരട്ടി നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്താൽ നല്ല രുചിയുള്ളൊരു ദോശ. ചൂടോടെ നല്ല കറിയെല്ലാം കൂട്ടി നല്ല ഭംഗിയായിട്ട് കഴിക്കാം. അപ്പോൾ ആ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ഇടുകയാണേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് കുറച്ച് മൈദാമാവിടാം. ഒരു 1/4 കപ്പ് മൈദാപ്പൊടി, അപ്പോൾ ഇത് എല്ലാം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ. മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ബൗളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മാവ് അതിലിരിക്കട്ടെ. നമുക്ക് ഈ ഉള്ളിയും തേങ്ങയും കൂടെ അതിലൂടിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് തേങ്ങ, അങ്ങനെ നമുക്കൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള അരിഞ്ഞു. ഒരു കുറച്ച് തൈര്, ഇത്രയും തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത് കൊണ്ടുവന്നു. അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതുപോലെ കലക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് വൃത്തിയായിട്ട് കലക്കി എടുക്കണം, കട്ടയൊന്നുമില്ലാതെ. അപ്പോൾ മിക്സിയിൽ അടിച്ചത് കൊണ്ട് കട്ടയൊന്നും കാണത്തില്ല. എന്നിട്ട് ഒരു കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ദോശ ഇടാം. അങ്ങനെ കല്ല് വെച്ചു. ഞാനിനി കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ കലക്കി കോരി ഒഴിക്കാം. കോരി ഒഴിച്ച് നല്ലതുപോലെ പരട്ടിക്കൊടുക്കും. അപ്പോൾ ദോശ വേവട്ടെ.
ഇച്ചിരി നെയ്യൊന്ന് പുറത്ത് പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് ദോശ മറിച്ചിടാം. അടിഭാഗം നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ റെഡി. നല്ല മണം. അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ശരി, എല്ലാവരും ഈ സാമ്പാറും കൂട്ടി നമുക്ക് ഈ ദോശയൊന്ന് കഴിക്കാം. നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ പോട്ടെ. ബായ്.